ഹലോ നമസ്കാരം. ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് ബസ്മതി റൈസ്, ചെമ്മീൻ, മല്ലിയില, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായ്, മുളക് പൊടി, പഞ്ചസാര, ഉപ്പ്, മഞ്ഞൾപ്പൊടി, നെയ്യ്, കുരുമുളക് പൊടി, ചെറുനാരങ്ങ, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി ഇത്രയാണ്. ആദ്യം വെള്ളം ചൂടാക്കും ഒരു കലത്തിൽ. എന്നിട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്കായിലിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞൊഴിച്ചിട്ട് കുറച്ച് നെയ്യും കൂടി ഇടുക. ഇത്രയും ഇട്ടിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ വെള്ളം. അപ്പോഴത്തേക്ക് ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടോ കേട്ടോ. പുതിന ഇല ഉണ്ടെങ്കിൽ അതും ഇട്ടോ. അതിനുശേഷം ഒരു പാത്രത്തിൽ പഞ്ചസാര ഇട്ടിട്ട് അതിൽ നേർങ്ങനെ അരിഞ്ഞ് വെച്ച് സവോള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണേ. അതിനുശേഷം നമ്മൾ വെള്ളം തിളച്ചതിലേക്ക് അരി ഇടുവാന്ന്. അരി ഇട്ടിട്ട് ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നെയ്യ് ചൂടാക്കിയിട്ട് അതിൽ പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ച് സവോള നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് ഈ കളറാകുമ്പോൾ മാറ്റി വെക്കണേ. പിന്നെ അതേ നെയ്യിൽ തന്നെ മല്ലിയിലയും കൂടി വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു സവാള മുറിച്ചത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇത് അരി വെന്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികൾ ഇടുവാന്ന്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പച്ചമണം മാറട്ടെ കേട്ടോ. അതിന് ശേഷം ഒരു തക്കാളി മുറിച്ചിട്ടത് ഇടുന്നുണ്ട് കേട്ടോ. തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. അതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചോളൂ. അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം വെന്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വെച്ച് വൃത്തിയാക്കിയ ചെമ്മീൻ ഇടുവാന്നേ. ചെമ്മീൻ ഇട്ടിട്ട് കുറച്ചൊന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ. അതൊന്ന് ജസ്റ്റ് നല്ലോണം വേവട്ടെ. ഇത് അടച്ച് വെച്ച് കുറേ സമയമായി. ഇത് തുറന്ന് നോക്കുക. ഇനി ജസ്റ്റ് വഴറ്റിയെടുത്തിട്ട് ഈ ഒരു പരുവത്ത് കിട്ടണം കേട്ടോ. അധികം ഗ്രേവി ഒന്നും ഇല്ലാണ്ട് ഈ ഒരു പരുവത്ത് കിട്ടിയതിന് ശേഷം ഓഫ് ചെയ്യുക. നമ്മൾ അരി ഓൾറെഡി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാൻ പോവാം കേട്ടോ. അതിന് ആദ്യം ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ റൈസ് വേവിച്ച് വെച്ച റൈസ് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ചെമ്മീൻ്റെ മസാല ആക്കിയില്ലേ അതെടുത്തിടുക. അതിന് ശേഷം ഇങ്ങനെ എത്ര ലെയർ വേണം ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ലെയർ ഇട്ടുള്ളൂ, കുറച്ചേ ആക്കുന്നുള്ളൂ. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയും കൂടി റൈസ് എടുത്തിട്ടിട്ട് നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച സവോള ഉണ്ടല്ലോ പഞ്ചസാര ഇട്ട് അത് ഇട്ടിട്ട് കുറച്ച് മല്ലിയിലയും കൂടി വറുത്തത് ഇട്ടിട്ട് ഒരു ചെറുനാരങ്ങയും പിഴിഞ്ഞ് കുറച്ച് ഇഞ്ചി കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ പാൻ ചൂടാക്കിയിട്ട് അതിൻ്റെ മേലെ വേണം കേട്ടോ ഇത് വെക്കാൻ. അതിന് ശേഷം ഇത് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാനേ വന്നതിന് ശേഷം